അനിഴം നാളുകാരെ സംബന്ധിച്ച് 2024 ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയാണ് കാണുന്നത്. ജീവിതത്തിൽ നിർണായകമായ സുപ്രധാനമായ പരിണാമങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടെന്ന് വരാം. പുതിയ ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരല്പം കാലതാമസമുണ്ടായേക്കാം. ശ്രമം നല്ലതുപോലെ തുടരേണ്ടതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരല്പം കാലതാമസമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ശ്രദ്ധയോടുകൂടി ആ പരിശ്രമങ്ങൾ തുടരുക. അന്യദേശത്ത് IT മേഖലയിലായാലും ബിസിനസ് മേഖലയിലായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി എല്ലാം ചെയ്യുക. നിങ്ങളുടേതായ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള പോരായ്മ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ട കരുതലെടുക്കുക. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ തൃപ്തികരമായി മുമ്പോട്ട് പോകാൻ കഴിയും. കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ്. വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പരിവർത്തനങ്ങളുടെ ഒരു കാലഘട്ടം 2024 ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗത്തെ പറ്റിയും ഇപ്പോഴുള്ള അവസ്ഥകളെപ്പറ്റിയും വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും യുക്തിപൂർവം തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോവുക. അതിന് വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശദമായിട്ടുള്ള വസ്തുതകൾ അറിയുന്നതിന് സമഗ്രവും സമ്പൂർണവുമായ രാശി വിചിന്തനം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി.